ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് കോടതിയിലെ ശ്രീകാന്ത് കേസ് പിൻവലിക്കുമ്പോ കോടതി വിശ്വത്തോടെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയതിനും അപമാനപ്പെടുത്തിയതിനും കേസ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോ എല്ലാവരും വിശ്വത്തെ നോക്കണേ. അപ്പൊ വിശ്വം പറയും, വേണ്ട സാർ, ഞാൻ കുറെ നാള് അവിടെ ജോലി ചെയ്തതാ, ഇന്നേ വരെ ഇദ്ദേഹം എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, കേസ് വേണ്ട സാർ. ഇത് കേൾക്കുമ്പോ മാഷിനും ശ്രീജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണേ. ശ്രീകാന്ത് തല താഴ്ത്തുന്നുണ്ട്. കോടതി പറയും, കണ്ടില്ലേ, നിങ്ങൾ ഈ കേട്ടതിന്റെ പേരാണ് നന്മ. പണമുള്ളവനെ എന്തു ആവാന്നല്ല, അതില്ലാത്തവനും അന്തസ്സോടെയും അഭിമാനത്തോടെയും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം. ക്യാഷ് ഉള്ളവൻ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് നടത്തി കൊടുക്കുന്ന പോലീസിന്റെ ഏർപ്പാടുണ്ടല്ലോ, അതും നിർത്തണം. ഇത് കേൾക്കുമ്പോ സാബു സാറ് തല താഴ്ത്തും. വക്കീലിനോട് പറയും, പി കേസ് നടത്താൻ ഭാഷയോടെ പുറപ്പെടുമ്പോ ജൂനിയർ സീനിയർ എന്നുള്ള വ്യത്യാസം ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കീപ് ഇറ്റ് അപ്പ് വേദ. ഇത്തിരി വഴിവിട്ട വഴിയിലൂടെ പോയെങ്കിലും നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്ത് നിന്ന് കേസ് നടത്താൻ കാണിച്ച ധൈര്യത്തെ കോടതി അഭിനന്ദിക്കുന്നു. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വിശ്വനാഥന് വന്ന മുഴുവൻ കോടതി ചെലവുകളും അയാൾ എത്ര കാലാണോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തത് അത്രയും കാലത്തെ ശമ്പളം അധികമായി കൊടുക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. അങ്ങനെ ശേഷം ശ്രീകാന്തിനോട് പറയും, ഈ കോടതി പിരിയുന്നത് വരെ വൈകുന്നേരം വരെ കോടതി പരിസരത്തുനിന്ന് പോവാൻ പാടില്ല. വിശ്വനാഥനെ വെറുതെ വിടാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഇത് കേൾക്കുമ്പോ അവിടെ എല്ലാവർക്കും സന്തോഷമായി. വിശ്വേട്ടൻ കൈകൂപ്പി നിൽക്കണേ വേദയുടെ മുന്നിലും. വേദ പറയും, വേണ്ട എന്നിങ്ങനെ തലയാട്ടുന്നുണ്ടെങ്കിലും കൈകൂപ്പി നന്ദി പറയണേ വിശ്വം. അങ്ങനെ ഇപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടെ നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞ വേദ നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ഇങ്ങനെ ജയിച്ച രീതിയിൽ നോക്കി ചിരിക്കുക കേട്ടോ. ശേഷം ഈ സമയത്ത് തന്നെ കുറച്ച് മുമ്പത്തെ കാര്യം, അതായത് കേസ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രീകാന്തിനെ വേദ കാണുന്നുണ്ട്. അതായത് ശ്രീകാന്ത് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വേദ പറയും, ഹലോ, ഇന്ന് കോടതിയിൽ തൊണ്ടി മുതൽ ഹാജരാക്കാന്ന് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നല്ലോ, എന്തായി, വല്ലതും നടക്കുവോ? രാവിലെ പണം നോക്കിയപ്പോ വെച്ച സ്ഥലത്ത് ഇല്ലാത്തത് കണ്ട് ഒരുപാട് പരിഭ്രമിച്ചു അല്ലേ? ആ പണം സുരക്ഷിതമായി നിങ്ങൾ മാറ്റിവെച്ചതിനുള്ള തെളിവ് ഇന്ന് കോടതിയിൽ ഞാൻ ഹാജരാക്കും. അതോടെ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഈ കഥ പൊളിഞ്ഞു പോകും. അങ്ങനെ കേസ് തിരിയും. അത് നേരിടാൻ വേണ്ടി തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞാണ് വേദ കോടതിക്ക് അകത്തേക്ക് പോകുന്നത്. ശ്രീകാന്തിന്റെ മുഖത്താണെങ്കിൽ ആകെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചതെന്ന് വേദ ആലോചിക്കുക. എന്നിട്ട് ശ്രീകാന്തിനോട് പറയും, വെറൊരു പെണ്ണാണെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ മനസ്സിലായില്ലേ ശരിക്കും ഞാൻ ആരാണെന്ന്? ഇത് പറഞ്ഞ് വേദ ഇവിടുന്ന് പോവാണ്. വേദ ഇവിടുന്ന് പോകുമ്പോ തന്നെ വിക്രം ചിരിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയും, കോടതിയിൽ നിങ്ങൾ കേസ് പിൻവലിച്ചത് അവള് പണത്തിന്റെ കാര്യം അവതരിപ്പിച്ചതുകൊണ്ടാണെന്നാ അവള് കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം തകർക്കാൻ പറ്റുന്ന ഒരു ബോംബ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുന്നത് അവൾക്കറിയില്ല. ശ്രീകാന്ത് വിക്രമിന്റെ മുന്നില് പത്തി താഴ്ന്നു നിൽക്കണേ. ഇതേ സമയം വേദ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ വേദ വരെ അടുത്തേക്ക് ചെല്ലുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ വേദ നോക്കുന്ന സമയത്ത് വിക്രമും ശ്രീകാന്തും എന്തോ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, വിക്രമിന്റെ കയ്യില് മറ്റൊരു തെളിവുണ്ടായിരുന്നു. അതായത് രാത്രി ശ്രീകാന്തിന്റെ ഓഫീസ് പരിശോധിക്കുന്നതിനിടയില് ആ കബോർഡിന്റെ അകത്തുനിന്ന് വിക്രമിന് ഒരു തെളിവ് കിട്ടണേ. അതായത് ശ്രീകാന്ത് മറ്റൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത് കാണുന്നതും വിക്രം അത് വേദയ്ക്ക് കാണിച്ചു കൊടുക്കാതെ ആഹാ ഓഹോ എന്ന് പറഞ്ഞ അത് പോക്കറ്റിൽ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം വിക്രം രാവിലെ തന്നെ ശ്രീകാന്തിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വർഷയാണ് വാതിൽ വന്ന് തുറക്കുന്നത്. ആ, അളിയനില്ലേ ഏട്ടത്തി? ഇത് കേൾക്കുന്നതും വർഷ ഞെട്ടിപ്പോകും. വിക്രം അകത്തേക്ക് നോക്കി, അളിയോ അളിയോ ശ്രീ അളിയോ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കണേ. അപ്പോഴും വർഷം ഞെട്ടി നിൽക്കണേ. ശ്രീകാന്ത് വിളി കേട്ട് അങ്ങോട്ട് ചെല്ലും. വാ അളിയാ, എന്താടാ രാവിലെ തന്നെ ഇങ്ങോട്ട്? അപ്പൊ വിക്രം പറയും, വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നീ മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് കേസ് തെളിയിച്ച് ഇങ്ങോട്ടൊരു വരവ് വരുന്നല്ലേ, എന്നിട്ടിപ്പോ എന്തായി? ചേട്ടൻ ജയിലിലായില്ലേ? വിക്രം പറയും, അതിനെയും തീരുമാനം ആവാനായിട്ടില്ലല്ലോ. ശ്രീകാന്ത് പറയും, ഇനിയൊന്നും ആവാനില്ല, നിന്റെ ചേട്ടന്റെ കാര്യം കഴിഞ്ഞു. കുറച്ചു കാലം അകത്ത് കിടന്ന് ഉണ്ടും ഉറങ്ങിയും സുഖമായിട്ട് വരട്ടെ. വിക്രം പറയും, എനിക്ക് മനസ്സിലായി, വിശ്വേട്ടൻ തട്ടിയെടുത്ത പണം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ അത് അന്വേഷിച്ചു തന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തും വർഷവും ഇങ്ങനെ പരസ്പരം നോക്കും. വിക്രം പറയും, ഞാൻ ഇന്നലെ രാത്രി നിങ്ങളുടെ ഓഫീസിലൊന്ന് പരതി നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. ശ്രീകാന്തിക്കും, എന്ത്, നീ ഓഫീസ് പരതിന്നോ? റാസ്കൽ, ഈ ഒറ്റ തെളിവ് മതി അതിക്രമിച്ച അകത്ത് കയറിയെന്നുള്ള ഈ ഒരൊറ്റ തെളിവ് നിന്നെ അകത്താക്കാൻ. ബാക്കി നഷ്ടങ്ങളുടെ കണക്ക് നീ തന്നെ ചുമക്കേണ്ടി വരും. വിക്രം പറയും, എനിക്കറിയാന്നേ, വിശ്വേട്ടന്റെ കാര്യം ഞാൻ വിട്ടു, ഇനി പുള്ളിയുടെ കാര്യം കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കേസ് കെട്ടിനെ കുറിച്ചാ. അളിയ, നമുക്ക് കുറച്ച് മാറി നിന്ന് രഹസ്യമായിട്ട് സംസാരിച്ചാലോ? ശ്രീകാന്തിക്കും, അളിയനോ? ആരുടെ അളിയൻ? വിക്രം പറയും, നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ബന്ധങ്ങൾ തന്നെയല്ലേ അളിയ. ഉദാഹരണത്തിന്
ഈ PTP നഗറിലുള്ള 2ാം ലിങ്ക് റോഡിലെ ഇടതുവശത്തുള്ള അപ്പാർട്ട്മെന്റിലെ 212ാം ഫ്ലാറ്റിലെ ഒരു കച്ചവടം. അതൊരു പ്രധാനപ്പെട്ട കേസല്ലേ? ഇത് കേൾക്കുമ്പോ തന്നെ ശ്രീകാന്തിന്റെ മുഖത്താകെ ഒരു മാറ്റം. വർഷയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും വിശ്വേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ നിലയ്ക്ക് ഈ കേസ് അളിയനായി ഡിസ്കസ് ചെയ്യാലോ എന്ന് കരുതിയാ ഞാൻ വന്നത്. ലോക്കറിൽ നിന്ന് എനിക്ക് അതിന്റെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. ശ്രീകാന്ത് ആകെ പേടിക്കും. വർഷയ്ക്കും എന്തൊക്കെയാ ശ്രീയേട്ട ഇവര് പറയുന്നേ? നീ ഇറങ്ങി പോ നോക്കടാ. വർഷ, നീ അത്തേക്ക് ചെല്ല്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അതെ എടുത്തി എന്ന് പറഞ്ഞു ഈ PP നഗറില് എന്നൊക്കെ പറഞ്ഞ് വിക്രം സംസാരിക്കുമ്പോഴേക്കും ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ശ്രീകാന്ത് വിക്രമിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. ശ്രീയേട്ട വേണ്ട എന്ന് വർഷ പറയുമ്പോ ഇത് ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ. അങ്ങനെ ശ്രീകാന്ത് വിക്രമിനെ കഴുത്തിന് പിടിച്ച് കൊണ്ടുപോകുമ്പോ പറയും, വിക്രം നാറ്റിക്കരുത് പ്ലീസ്. വിക്രം പറയും, ഇല്ല, നിങ്ങളെന്നെ തള്ളി പുറത്താക്കാണെന്ന് തന്നെ അവര് വിചാരിച്ചോട്ടെ, പക്ഷെ എന്റെ ചേട്ടനെതിരെയുള്ള കേസ് പിൻവലിക്കണം. ശ്രീകാന്ത് ഒന്നും ആലോചിക്കാതെ പറയും, അത് ഞാൻ ചെയ്തോളാം. പക്ഷെ ഇത് വിക്രം പറയും, നിങ്ങളുടെ രഹസ്യബന്ധം ആരും അറിയില്ല, വേദ പോലും അറിയരുത്. വിക്രം പറയും, അത് ഞാൻ തരുന്ന വാക്കാണേ. ആ ഫോട്ടോ ഇങ്ങനെ തിരിച്ചാ. വിക്രം പറയും, ആഹാ എല്ലാം കൂടെ ചോദിക്കല്ലേ, അതെന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വർഷയെ കാണുമ്പോ ഭാര്യ പോയിട്ടില്ല, വേണമെങ്കിൽ എന്നെ പുറത്തേക്ക് പിടിച്ച് തള്ളി, വേണമെങ്കിൽ 4 ചീത്തയും വിളിച്ചോ, ആ ധൈര്യമായിട്ട് ചെയ്തോ. അപ്പൊ ശ്രീകാന്ത് അതുപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് തള്ളു വെച്ച് കൊടുക്കും. വിക്രം അയ്യോ എന്ന് പറയും. ശരിയടാ, അപ്പൊ കോടതി കാണാം. ശ്രീകാന്ത് പറയും, ആ. അങ്ങനെയാണ് സംഭവിച്ചത്. അതൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പൊ ആലോചിക്കണേ. വേദയ്ക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ആ ബാഗ് അന്ന് സ്റ്റോർ റൂമിലേക്ക് മാറ്റുമ്പോഴേ എനിക്കറിയായിരുന്നു അത് നിങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു. അതിന്റെ മുകളിൽ ഒരു ചെക്ക് വെക്കാൻ വിധി എനിക്ക് അവസരം തന്നു. ഇനി അതും കൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. താൻ തന്റെ ഭാര്യയെയും കുടുംബത്തെയും ചതിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ഖേദം. പക്ഷെ വീണ്ടും താൻ വേഷം കെട്ട് ഇറക്കാൻ വന്ന ഇതിന്റെ കോപ്പി ഞാൻ നാട്ടിലെങ്ങും പരത്തും. പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ആ ഫോട്ടോയുടെ കവർ എടുത്ത് ശ്രീകാന്തിന്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കാണ്. ഇതെല്ലാം വേദ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരി ചെല്ലേ. അങ്ങനെ ശ്രീകാന്ത് തല താഴ്ത്തി അവിടുന്ന് പോവാണ്. ശ്രീകാന്ത് പോയി കഴിയുമ്പോ വേദ അങ്ങോട്ട് വന്നിട്ട്, എന്താ വിക്രം, എന്താ ശ്രീയേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്? നീ ജയിച്ചില്ലേ, അതിന്റെ വിജയം പങ്കുവെച്ചതാ. വേദ പറയും, എന്തോ കൊടുക്കുന്നുണ്ടല്ലോ. ആ അതോ, അതൊരു പേപ്പറാ, കോടതിയിലെ വിശ്വേട്ടന്റെ പേരിൽ വന്ന സമൻസേ, അത് അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നീ വന്നേ, വിശ്വേട്ടനൊക്കെ അവിടെ കാത്തിരിക്ക എന്ന് പറഞ്ഞ് വേദയെ വിളിച്ച് അവിടുന്ന് വേഗം പോകും. വേദയ്ക്ക് നല്ല സംശയമുണ്ട് എന്തോ കാര്യം എന്തോ ഉണ്ടെന്ന്. എന്നാലും ഇപ്പൊ ചോദിക്കാൻ വിക്രം അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷുവും ശ്രീജയും മാഷും കൂടെ വീട്ടിലേക്ക് വരികയാണേ. വിഷു അകത്ത് കയറാതെ വീട്ടിന്റെ പുറത്ത് നിന്ന് വീടിങ്ങനെ നോക്കുമ്പോ മാഷയ്ക്കും, എന്താടാ ആദ്യമായിട്ട് കാണുന്നത് പോലെ, വിശ്വസിക്കാൻ ഇപ്പോഴും തോന്നുന്നില്ല. അതാ. അപ്പോഴേക്കും വിക്രവും വേദയും ബുള്ളറ്റിൽ അങ്ങോട്ട് വരികയാണ്. വേദ അടുത്ത് വരുമ്പോ വിഷും ചെന്നിട്ട് പറയും, ഈ അടുത്ത കാലത്തൊന്നും വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് കരുതിയതല്ല. വേദയോട് എത്ര നന്ദി പറഞ്ഞാലും എന്റെ കടപ്പാട് തീരില്ല. വേദ പറയും, എന്റെ മിടുക്കല്ലോ വിശ്വേട്ടാ, സത്യം വിശ്വേട്ടന്റെ ഭാഗത്തായതുകൊണ്ടാണ്. ആ സത്യത്തെ പുറത്തു കൊണ്ടുവന്നത് വേദയല്ലേ, ആ കടപ്പാട് എന്നും ഞങ്ങൾക്ക് ഉണ്ടാവും എന്ന് ശ്രീജടത്തിയും പറയും. മാഷു പറയും, ശ്രീജ പറഞ്ഞതിലും സത്യമുണ്ട് വേദ. വേദ പറയും, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വിശ്വേട്ടനെ കൂട്ടി അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് പോവാണേ. ഈ സമയം അകത്ത് നന്ദിനി നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണേ. ഇവരെ കാണുന്നതോ നല്ല സന്തോഷത്തിൽ അടുത്ത് വരും കേട്ടോ. എന്നിട്ട് ചോദിക്കും, വിശ്വേട്ടനെ വിട്ടോ? ഇത് കേൾക്കുമ്പോൾ ശ്രീജയ്ക്കും, അതെന്താ നന്ദിനി അങ്ങനെ ഒരു ചോദ്യം? മാഷയ്ക്കും, വിഷം പുറത്തു വരുന്നേ നന്ദിനിക്ക് വിശ്വാസമല്ലായിരുന്നോ? അയ്യോ അതല്ല. വേദയ്ക്കും, വിശ്വേട്ടനെ ഇന്ന് പുറത്തിറക്കുന്നത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ആ അത് പറഞ്ഞിരുന്നു, പക്ഷേ വേദ പറയും, പുറത്തിറങ്ങിയ ഞാൻ ജയിക്കില്ലോ എന്ന് കരുതിയിട്ടാണോ? ഏയ് ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? വിഷം ചോദിക്കും, വിനായകനെവിടെ? അകത്തുണ്ട്, ഒന്ന് വിളിക്കോ? അപ്പോ ആ വിളിക്കാന്ന് പറഞ്ഞ നന്ദിനി വിനായകനെ വിളിക്കാനായിട്ട് പോവാ. അപ്പൊ ഉണ്ടാവും കമലമ്മ അങ്ങോട്ട് വരുന്നത്. മുരിങ്ങില എന്തോ കൊണ്ടുവരാട്ടോ. വിഷത്തെ കാണുന്നതും ആ കയ്യിൽ നിന്ന് അത് വീണോ മോനെ എന്ന് വിളിച്ച് കരഞ്ഞോണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാണ്. കരയല്ലേ അമ്മേ, ഞാനിങ്ങ് വന്നില്ലേ. അപ്പോഴും കമല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കരയാ. മാഷേ ദേ എന്ന് പറഞ്ഞ് വിശ്വത്തെ ഇങ്ങനെ നോക്കും. അപ്പൊ മാഷ് പറയും, ഇപ്പൊ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നതിന് പകരം വേദയെ ചേർത്ത് നിർത്തി അഭിനന്ദിക്കുക വേണ്ടത്. അപ്പൊ വേദ, അച്ഛാ എന്താ ഇത്? അപ്പോഴും കമലമ്മ ഇങ്ങനെ വേദ ഇങ്ങനെ സന്തോഷത്തിലും ചിരിച്ച് നോക്കുന്നുണ്ട്. എങ്കിലും അപ്പൊ വേദ പറയും, ഞാൻ എന്റെ കടമയാ ചെയ്തത്. ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ എല്ലാവരും കൂടെ ശിക്ഷിക്കാൻ നോക്കിയപ്പോൾ കഴിവിന്റെ പരമാവധി ആ കള്ളം പൊളിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് മാത്രം. പക്ഷേ എതിർഭാഗത്ത് സ്വന്തം കുടുംബം കൂടെയായിരുന്നു. അതത്ര നിസ്സാരമല്ല. അവസാന സമയത്ത് ശ്രീകാന്ത് കേസ് പിൻവലിക്കാനെന്ന് പറയിപ്പിച്ചില്ലേ, അത് വേദയുടെ മിടുക്ക് തന്നെയാ. അപ്പൊ വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുമ്പോ വിക്രം തല താഴ്ത്തണേ. അപ്പൊ തന്നെ എന്തോ വേറൊരു കാര്യം ഉണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് പറയും, ഞാൻ കോടതിയിൽ വാദിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീയേട്ടൻ അതിന് തയ്യാറായിട്ടാ വന്നത്. അതിൽ എന്റെ മിടുക്ക് മാത്രമല്ല കാരണം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അപ്പോഴേക്ക് വിക്രം ആ വിഷയം മാറ്റാനായി പോലീസ് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ വിശ്വേട്ടാ എന്ന് വയ്ക്കുമ്പോഴും വേദയ്ക്ക് എന്തോ ഒരു കള്ളത്തരം, അതായത് മറ്റെന്തോ ഒരു കാരണം ഉണ്ടെന്ന് ഉറപ്പാവാണ്. വിശ്വം പറയും, പക്ഷെ അതിനകത്ത് കഴിയുമ്പോൾ
ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു. ഇനിയും കുറച്ച് ദിവസം കൂടെ അതിനകത്ത് കിടക്കേണ്ടി വന്നിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ. കൊല്ലങ്ങളോളം നീ അതിനകത്ത് കിടന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു വിക്രം. അപ്പോ വിക്രം പറയും, അതിനൊന്നും ഇട വന്നില്ലല്ലോ വിശ്വേട്ട. അപ്പോഴേക്കും നന്ദിനി വിനായകനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആഹാ, വിശ്വേട്ടൻ എത്തിയോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നത്. ഞാനിന്ന് കോടതിയിൽ വരണമെന്ന് കരുതിയതാ, പക്ഷേ രാവിലെ ഇത്തിരി തിരക്കായി പോയി. അത് കുഴപ്പമില്ല വിനായക, പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നിൽ നിന്ന് അറിയാനുണ്ട്. എന്താ വിശ്വേട്ട? ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടോ? വിനായകൻ പറയും, ഇല്ല. എപ്പോഴെങ്കിലും നിനക്കെതിരെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ഏട്ടാ. അപ്പൊ വിശ്വം ചോദിക്കും, ഒരു പ്രയോജനമില്ലാതെ വീട്ടിലിരിക്കുന്നവനാ ഞാനെന്നേ നീയും നിന്റെ ഭാര്യയും പലപ്പോഴും പറയുമ്പോ ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ വിനായക? വിനായകൻ ചോദിക്കും, എന്താ വിഷയട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിച്ചു നിൽക്കലും വിനയന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് വിശ്വം. ഇതവിടെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാരും ഞെട്ടിപ്പോകും. പിന്നെ എന്തിനാടാ എന്ന് പറഞ്ഞ് വീണ്ടും തലാനോങ്ങുമ്പോ ശ്രീജ പിടിച്ചു വെക്കാണ്. വേണ്ട. വിനായകൻ പറയും, വിശ്വട്ടാ സത്യമായിട്ട് അത് വേദയുടെ ചേട്ടന്റെ കമ്പനിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നന്ദിനി പറയും, അതെ, അറിഞ്ഞിരുന്നെങ്കിൽ വിനയേട്ടൻ അത് പറയില്ലായിരുന്നോ? ശ്രീകാന്തിന്റെ അമ്മായച്ചന്റെയാണ് ആ ചിട്ടി കമ്പനി എന്ന് നിനക്ക് അറിയായിരുന്നു. എന്നെ അതിൽ ചേർക്കുമ്പോ നീ അത് മറച്ചു വെച്ചു. ആ ഒരൊറ്റ രേഖ വെച്ചാ ഞാൻ 5 ലക്ഷം രൂപ അടച്ചുന്ന് അവര് കോടതിയിൽ വാദിച്ചത്. ആരുടെ കയ്യിന്നായാലും നിനക്ക് കമ്മീഷൻ മാത്രം മതി അല്ല വിനായക? വിനായകൻ പറയും, അവരത് അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി വാദിക്കുന്നേ എനിക്ക് അറിയില്ലായിരുന്നു, സത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ നന്ദിനിയും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അറിഞ്ഞിരുന്നെങ്കിൽ വിനയേട്ടൻ ഇങ്ങനെ ചെയ്യായിരുന്നു അമ്മേ. കമല പറയും, നിർത്ത്, മതി, ഇനി കൂടുതൽ വിശദീകരണം വേണ്ട. അപ്പൊ വിനായകൻ പറയും, അതെങ്ങനെ ശരിയാവും? എല്ലാരും കൂടെ എന്നെ കള്ളനാക്കിയതിപ്പോ ഞാനത് സഹിക്കണോ? ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. വിനായകൻ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുക എല്ലാവരും. ഒരു ക്ലയന്റ് യാദൃശ്ചികമായിട്ട് പറഞ്ഞതാ ആ കമ്പനിയിലെ ജോലി, അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ. അപ്പൊ നന്ദിനി പറയും, ചിട്ടി ചേർത്തത് സ്വന്തമായിട്ട് ഒരു സമ്പാദ്യം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഇവളുടെ ചേട്ടൻ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി ഉപയോഗിക്കുന്നേ ഞങ്ങൾ അറിഞ്ഞോ? ഇതിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ഇവളുടെ തൊള്ളയെ തൊട്ട് സത്യം ചെയ്യാം എന്ന് പറഞ്ഞ് നന്ദിനിയുടെ തലയിൽ കൈവയ്ക്കുമ്പോ അയ്യോ എന്ന് പറഞ്ഞ് നന്ദിനി ആ കൈ അങ്ങ് തട്ടി മാറ്റും. അത് കാണുമ്പോ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാവട്ടോ. വേദയ്ക്കും എന്താ ഏട്ടത്തി തല പൊട്ടിത്തെറിക്കുന്ന കരുതിയിട്ടാണോ? ഏയ് അല്ല. അപ്പൊ അമ്മ പറയും, മതി, ഇനി എല്ലാരും പൊക്കോ. വിശ്വം പോയി കുളിച്ച് റെഡിയായിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. അങ്ങനെ എല്ലാരും അവിടെ നിന്ന് പോകുമ്പോഴും വിനായകൻ ആ അടി കിട്ടിയതിന്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. കവിളിലിങ്ങനെ കൈവച്ച് നിൽക്കാട്ടോ. ഈ സമയം വേദ വിക്രമിനെ നോക്കുമ്പോൾ വിക്രമിന്റെ മുഖത്തുള്ള ഒരു കള്ളത്തരം എന്തോ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് വേദയ്ക്ക് വീണ്ടും ഫീൽ ആവാട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോവാ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വ റൂമിലേക്ക് ചെല്ലണേ. ശ്രീജ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ, ഞാൻ ഭഗവാനോട് നന്ദി പറയണേ. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അകത്തുവന്നിരിക്കണേ. വിനായകൻ കൂടെ നിന്ന് ഇങ്ങനെ ചതിക്കുന്നേ ഞാൻ കരുതിയതേ ഇല്ല. ശ്രീജ പറയും, അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞല്ലേ, എന്താ വിശ്വട്ടം വിചാരിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് വിനായകൻ ചതിച്ചു എന്നാണ്. വിശ്വം പറയും, എനിക്കിപ്പോ ഒന്നും അറിയില്ല ശ്രീജയെ, പേടി. എനിക്കിപ്പോ കുറച്ചു ദിവസം അകത്ത് കിടന്നപ്പോ ആ പേടി കൂടി. കൂടെ നിൽക്കുന്നവരിൽ ആരൊക്കെയാ ചതിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് പറഞ്ഞില്ലേ വിശ്വേട്ടാ, ഇനി അത് വിട്ടുകളാ. അപ്പൊ വിശ്വം ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന് നിനക്ക് തോന്നിയോ ശ്രീജെ? എന്താ വിശ്വട്ടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ? വിശ്വട്ടിന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ മാത്രമല്ല, ഈ വീട്ടിൽ ആരും അത് വിശ്വസിച്ചിട്ടില്ല. പുറത്തുള്ള നാട്ടുകാർക്കും ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലായി കാണുമല്ലേ? ശ്രീജ പറയും, പിന്നല്ലാതെ ആരെന്ത് ചോദിച്ചാലും നമുക്ക് സത്യം പറയാലോ. അതല്ല ശ്രീജെ, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന നാട്ടുകാർ ഒരാളെ തെറ്റ് ചെയ്തത് കാണാനാ എല്ലാവർക്കും ഇഷ്ടം. തെളിവില്ലാതെ കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞാലും അവര് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവര് വിശ്വസിക്കില്ല. പിന്നെ നമ്മുടെ മോളുടെ കാര്യം, അവളുടെ സ്കൂളിലെങ്ങനെ ഇതറിഞ്ഞ അതോർത്തായിരുന്നു എനിക്ക് സങ്കടം. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പേടി, നമ്മുടെ മോളെ കുറിച്ച്. കുട്ടികള് അവളെ കളിയാക്കില്ലേ, അതൊക്കെ ആലോചിച്ചപ്പോ ശ്രീജ പറയും, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ ഏട്ടാ, ഇതിപ്പോ അധികം ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ വിശ്വം പറയും, അകത്ത് കിടക്കുമ്പോ പോലീസുകാർ എന്നെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു, ഇനിയുള്ള കാലം കള്ളനായി മാത്രമേ നിന്നെ ആളുകൾ കാണുള്ളൂ എന്ന് പറഞ്ഞപ്പോ ശ്രീജ പറയും, വിശ്വട്ടിനൊരു പാവാണെന്നും മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളാണെന്നും അവർക്ക് തോന്നിയിട്ടുണ്ടാകും. അത് മനസ്സിലാക്കിയപ്പോ അവര് ശരിക്കും പേടിപ്പിച്ചതായിരിക്കും. എന്തായാലും വേദ ഈ വീട്ടിലുണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഈ പുറം ലോകം കാണില്ലായിരുന്നു. പാവം ആദ്യത്തെ ദിവസം കോടതി പോലീസിലേക്ക് വിശ്വട്ടിനെ വിട്ടുകൊടുത്തപ്പോ ഞാൻ പോലും അവളോട് മോശമായി പെരുമാറി. അവള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയത് നമ്മുടെ മഹാഭാഗ്യമാണ് ശ്രീജ. അതെ വിശ്വട്ടാ, അത് വിക്രം കൂടെ ശരിയായി മനസ്സിലാക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. അതൊക്കെ റെഡിയാവും, നീ നോക്കിക്കോ, അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നവും സോൾവ് ആവും എന്ന് പറയുന്ന കേൾക്കുമ്പോ ശ്രീജ വിശ്വത്തെ ഇങ്ങനെ ചേർന്ന് മാറോട് കിടക്കട്ടോ. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ അടുത്ത പ്രമോലെ വേദയും വിക്രമും തമ്മിലുള്ള ചില റൊമാൻസും, അതുപോലെ വേദയുടെ എപ്പോഴാണ് വിക്രത്തിന് പ്രണയം തുടങ്ങിയതെന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്